ടി.ജി. സജിത്ത് തുടരുകയാണ്. സജിത്ത്, ജാമ്യാപേക്ഷയിന്മേൽ ഇന്ന് വിധി വരുവാനുള്ള സാധ്യത കുറവ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ സൂചിപ്പിക്കുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതം ഇന്ന് അവസാനിക്കുമോ എന്നതിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനത്തിനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിന്മേൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു കോടതി എന്നത് നിർണായകമാകില്ലേ? തീർച്ചയായും നിർണായകമാണ്. മാത്രമല്ല, ഇതിൽ പ്രോസിക്യൂഷന്റെ നീക്കം, പോലീസിന്റെ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. അത്തരമൊരു അറസ്റ്റ് നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ഇതുവരെ ജാമ്യ ഹർജിയിൽ തീരുമാനം വരട്ടെ എന്ന് പ്രോസിക്യൂഷൻ ഒരുപക്ഷെ പോലീസ് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ജാമ്യ ഹർജിയുടെ തീരുമാനം നീണ്ടുപോകുന്ന ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് നീണ്ടേക്കാം. അത് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാവാം ഇപ്പോഴത്തെ നീക്കമെന്ന് മനസ്സിലാക്കാം. ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന്റെ റഡാറിൽ തന്നെ രാഹുൽ മാങ്കൂട്ടമുണ്ട്. അറസ്റ്റ് തൊട്ടടുത്ത് തന്നെ എന്ന തിരിച്ചറിവിലാവണം രാഹുൽ മാങ്കൂട്ടം ഇത്തരമൊരു നീക്കം ഇപ്പോൾ കോടതിയിൽ നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ജാമ്യ ഹർജിയുടെ അന്തിമ തീരുമാനം എതിരാണെങ്കിൽ കൂടിയും ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ ഒരു അനുകൂല തീരുമാനമുണ്ടായെങ്കിൽ അത് വലിയ ആശ്വാസം നൽകും. ആ തിരിച്ചറിവ് കൂടി ഈ നീക്കത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൽക്കാലത്തേക്കെങ്കിലും അറസ്റ്റ് പാടില്ല എന്നൊരു നിർദ്ദേശം ഉണ്ടായാൽ അത് തനിക്ക് ആശ്വാസകരം എന്ന തിരിച്ചറിവിലാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത്. നോക്കുക, കോടതിയിൽ നിന്നുണ്ടാവുന്ന തീരുമാനം രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അങ്ങേറ്റം നിർണായകമാക്കുന്നതാണ്. കാരണം കോൺഗ്രസ് കേന്ദ്രങ്ങൾ കാത്തിരിക്കുകയാണ് കോടതിയുടെ തീരുമാനത്തിന് വരാൻ വേണ്ടി. അതിന് പിന്നാലെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതോ അതിന് സമാനവുമായുള്ള ചില പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ നോട്ട് ടു അറസ്റ്റിൽ പോലും ഒരു അനുകൂല തീരുമാനമുണ്ടായെങ്കിൽ കോൺഗ്രസിന്റെ തീരുമാനം ഒരുപക്ഷേ മരവിക്കപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ നീട്ടിവെക്കപ്പെട്ടേക്കാം. അതുകൂടി കണക്കുകളെടുത്തുകൊണ്ടാവാം ഒരുപക്ഷേ രാഹുൽ ഇത്തരം ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അവിടെ സജിത്ത് ഉണ്ടാകുന്ന സംശയം, സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ അറസ്റ്റ് വൈകുന്നു എങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് തടയുന്നുവെങ്കിൽ അത് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസകരമെന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ CPIM പോലെയല്ല. അല്പസമയം മുമ്പായിരുന്നു ഈ സാംസ്കാരിക സമിതിയിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയ കാര്യം ഷഹനാസ് തന്നെ അറിയിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് പിന്നീട് തിരികെ എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പുറത്താക്കുന്നതടക്കം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ പല പ്രതിരോധ കോട്ടകളും തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷന്, അതിപ്പോൾ പല കാലഘട്ടത്തിൽ പലരായിരുന്നു അധ്യക്ഷൻ. അങ്ങനെ ഇതിനു മുമ്പ് പദവിയിൽ ഇരുന്നവർക്കുൾപ്പെടെ പാർട്ടിക്കുള്ളിൽ സ്ത്രീകൾക്കെതിരായ വികാരം പ്രകടിപ്പിക്കുന്നവർക്ക് നേരെ പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് പരാതി നൽകിയിരുന്നു എന്ന് പറയുന്നു. ഷാഫി പറമ്പിലിന് പരാതി നൽകിയെന്ന് പറയുന്നു. ഇങ്ങനെ ചിലർ രംഗത്ത് വരുന്നു. സജ്ജനയെ പോലെയുള്ളവർ ടെലിവിഷൻ ചർച്ചകളിലടക്കം പുറത്താക്കണമെന്ന് പറയുന്നു. ഒരുപക്ഷേ ഈ നടപടി, രാഹുലിനെ പുറത്താക്കുന്ന നടപടി വൈകിയാൽ ഇനിയും കോൺഗ്രസിനകത്ത് നിന്ന് പുതിയ കഥകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാകില്ലല്ലോ. ഒരിക്കലുമില്ല. അത് പരസ്യ ഏറ്റുമുട്ടലുകളിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നടപടി വൈകി എന്ന ആക്ഷേപം പലർക്കുമുണ്ട്, അത് പല മുൻനിര നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ഇവരാരും പരസ്യമാക്കാത്തതിന് കാരണം ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ്. പാർട്ടിക്ക് തന്നെ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്ന പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ പാർട്ടിക്കിടയിലെ തർക്കം കൂടി പുറത്തു വരുന്നത് കൂടുതൽ ക്ഷീണമുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് ഒരു തർക്കത്തിലേക്ക് പോകാതിരിക്കുന്നത്. പക്ഷേ ഇനിയും വൈകിയാൽ ആ തർക്കം പരസ്യമാവും. നേരത്തെ നമ്മൾ പരാമർശിക്കപ്പെട്ട ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന് പറഞ്ഞത് K. മുരളീധരനാണ്. അതായത് വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അതാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷേ അതുപോലെ ഒന്നും ഇന്നലെ പകൽ സംഭവിച്ചില്ല. ഇന്നെങ്കിലും അങ്ങനെ സംഭവിച്ചില്ലേ ഉയർന്ന ചോദ്യമാണ്. ഇന്നൊരു പക്ഷേ ഈ നോട്ട് ടു അറസ്റ്റ് അനുകൂലമായി, രാഹുലിന് അനുകൂലമായി മാറിയാൽ കോൺഗ്രസിൻ്റെ തീരുമാനം മാറ്റിവെക്കപ്പെടുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസിന് അത് കഴിഞ്ഞേക്കില്ല എന്ന് വേണം നമുക്ക് കോൺഗ്രസിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പറയേണ്ടി വരിക. കാരണം അതിൽ നടപടി വേണം. ഇനി വൈകുന്നത് അങ്ങേയറ്റം ക്ലേശകരമാണ്, ക്ഷീണമാണ്. കോൺഗ്രസ് ഇതുവരെ എടുത്തിരുന്ന നിലപാട് നമുക്ക് ഓർത്തെടുക്കാം. കോൺഗ്രസ് CPM-നെ പോലെ ഇത്തരം ആക്ഷേപങ്ങൾ വരുമ്പോൾ പാർട്ടി കമ്മീഷനുകൾക്ക് വിട്ടുകൊടുക്കാതെ അതിനെ അന്വേഷണ സമിതിക്ക് മുന്നായി കൈമാറി എന്നതാണ് അവർ മുന്നെടുത്തിരുന്ന ന്യായം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം വന്നു, പരാതി വരുന്നു. തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി, പാർട്ടിയുടെ ഭാഗമല്ലാതാക്കി. ഇതൊക്കെയാണ് കോൺഗ്രസ് എടുത്തിരുന്ന നിലപാടുകൾ. ഈ നിലപാടുകൾക്ക് അല്പമെങ്കിലും ന്യായീകരണവാദം ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ വാദിക്കുന്നതുമുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ കോൺഗ്രസിൻ്റെ വാദവും അതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി വന്നു, രണ്ടാമത് വീണ്ടും ഒരു പരാതി വന്നു. ഇപ്പോൾ കോൺഗ്രസിൽ ഇനി രാഹുലുമായി ഒരു ബന്ധവുമില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനം രാജിവെപ്പിക്കണം.
ഇതാണ് കോൺഗ്രസിൽ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പൊതു നിലപാട്. അത് പുറത്തേക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമേ അവശേഷിക്കുന്ന ഈ ദിവസങ്ങളിലെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ വിഷയത്ത് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. കാരണം ഇതൊരു നേതാവിനെ സംരക്ഷിക്കുന്നു വിഷയത്തിനപ്പുറം, അല്ലെങ്കിൽ അയാളെ കൈവിടുന്നു വിഷയത്തിനപ്പുറം ഒരു മുന്നണിയുടെ, ഒരു പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അത്തരം വലിയ രാഷ്ട്രീയ സന്നിഗ്ധാവസ്ഥ കോൺഗ്രസിനും UDF-നും മുന്നിൽ ഉണ്ട് എന്നതാണ് സാഹചര്യം. ഓർക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഈ വിഷയം, മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വിഷയത്തിൽ പരസ്യ നിലപാട് ഇതുവരെ ഈ രണ്ടാമത്തെ പ്രതിസന്ധി വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നതാണ് അവരുടെ നിലപാട്. ലീഗ് അടക്കം ഇനി കാത്തു നിൽക്കാൻ തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. കാരണം ഈ പ്രചരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ജനങ്ങളെ വോട്ട് ചെയ്യാൻ പോകുന്നവരെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്ന ഘട്ടത്തിൽ, മാധ്യമങ്ങളുടെ മുഖ്യ അജണ്ടയായി വിവാദങ്ങൾ മാറുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ അതിന് വ്യക്തതയുള്ള നിലപാടെടുത്തേ മതിയാകൂ. അതാണ് അവർക്ക് മുന്നിലുള്ള പ്രതിസന്ധി. അതുകൊണ്ട് നോട്ട് ടു അറസ്റ്റിൽ കോടതി തീരുമാനം എന്തു തന്നെ ആയാലും കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. യെസ്, അത് തന്നെയാണ്. ആ ബ്രഹ്മാസ്ത്രം ഇന്ന് തന്നെ പ്രയോഗിക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. അത് എന്തായിരിക്കും? പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, അതിനപ്പുറത്ത് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം, ഇങ്ങനെയുള്ള കടുത്ത നിലപാടുകളിലേക്ക് പാർട്ടി പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ ആ തീരുമാനം ഒരു പക്ഷേ വൈകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു തീരുമാനമോ നിർദ്ദേശമോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് രാഹുൽ അനുകൂലികൾക്ക് ഒരു കച്ചിത്തുരുമ്പ് തന്നെയാണ്. കാരണം പ്രാഥമികമായി രാഹുലിന് വാദങ്ങൾ ഉണ്ട്. ആ വാദങ്ങൾ കോടതി മുഖവിലേക്ക് എടുക്കുന്നു എന്ന ന്യായം ആയിരിക്കും അനുകൂലികൾ പുറത്തു പറയാൻ പോകുന്നത്. അപ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം ആളുകൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നതിനെ തള്ളിക്കളയാൻ ആകില്ല. വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ ആണ്, വളരെ ഗൗരവമുള്ള ആക്ഷേപങ്ങൾ ആണ് അവർ ഉന്നയിക്കുന്നത്. പാർട്ടിയിലെ തന്നെ വളരെ സജീവമായിട്ടുള്ള, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ, വനിതകൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലം, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് നടപടി വൈകിച്ചാൽ പോലും പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് എത്ര നാൾ സാധിക്കും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല ഞങ്ങൾ, കൃത്യമായി നടപടിയെടുക്കുന്നവരാണ് ഞങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് ഞങ്ങൾ എന്ന് കോൺഗ്രസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല CPM-നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട്. കോടതി അവർക്കുണ്ട്, അതായത് പാർട്ടിക്കൊരു കോർട്ടുണ്ട്. ആ കോർട്ടിൽ ഇത്തരം പരാതികൾ വരുമ്പോൾ, അതായത് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട പരാതികൾ വരുമ്പോൾ അതിൻ്റെ തീവ്രത അളന്നു നോക്കിയുന്ന പാർട്ടിയാണ് CPIM എന്നൊക്കെ പറയുമ്പോഴാണ് അവർ തീവ്രതയെങ്കിലും അളന്നു നോക്കിയല്ലോ, പക്ഷേ നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത്. ആ പരാതി കണ്ടില്ല എന്ന് നടിക്കുകയല്ലേ എന്ന സംശയം ഉയരുന്നത്. അതും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഷാഫി പറമ്പിലിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാൾക്ക് നേരെ ഒരു വനിത പരാതി നൽകിയപ്പോൾ ഒരു പ്രതികരണവും ഉണ്ടായില്ല. പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയപ്പോൾ ഒരു പ്രതികരണവും ഉണ്ടായില്ല. KPCC അധ്യക്ഷന് പരാതി നൽകിയപ്പോൾ ഒരു ഇടപെടലും ഉണ്ടായില്ല എന്ന് പറയുന്നത് ഷഹനാസിനെ പോലെയുള്ള നേതാക്കൾ ആണ് എന്നുള്ളതാണ്. ടി സിദ്ദിഖിൻ്റെ ഭാര്യയടക്കം പരസ്യമായി പ്രതികരണം നടത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. നിരവധി കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടാകുന്നു. VD സതീശൻ തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ, VM സുധീറിനെ പോലെയുള്ളവർ തള്ളിക്കളയുന്ന പശ്ചാത്തലം ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. രമേശ് ചെന്നിത്തല തള്ളിക്കളയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവർ, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ, ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർ, സജ്ജനയെ പോലെയുള്ളവരൊക്കെ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ ആണ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്ന് മാധ്യമങ്ങളോട് K മുരളീധരൻ പറഞ്ഞത്. എന്താണ് ആ ബ്രഹ്മാസ്ത്രം എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോഴും കോടതിയിൽ ഈ നീക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും കൃത്യമായൊരു നടപടിയെടുക്കാൻ ഇപ്പോഴും പാർട്ടി തയ്യാറാകുന്നില്ല എന്നതും ചർച്ചാ വിഷയം തന്നെയായി തുടരുന്ന പശ്ചാത്തലമുണ്ട്. അല്പസമയത്തിനകം തന്നെ വിധിപ്രസ്താവം ഉണ്ടാകും. നോട്ട് ടു അറസ്റ്റ് സംബന്ധിച്ച വിധിപ്രസ്താവം ഉണ്ടാകും.